ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാണ്. നമ്മുടെ സിസ്പെറ്റൽസ് ഫാമിലി 50,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എന്നും എൻ്റെ വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ പേര് ഞാനൊന്ന് പറയാം. സജീന അഷ്റഫ്, അതുപോലെ ഫാത്തിമ ഫിദ, ഫാത്തിമ, ഷഹീദ, ശാന്ത, ഖദീജ, ഇവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചൂടുള്ള പാലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. സാധാ ഈസ്റ്റ് ആണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യം പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. പൊങ്ങിയതിന് ശേഷം മാത്രം മാവിൽ ചേർത്തിട്ട് മാവ് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ബട്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, വെളിച്ചെണ്ണ ചേർക്കരുത്. അപ്പോൾ ഓയിലോ ബട്ടറോ നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ പാൽ അളന്നെടുത്തിട്ടുള്ളത് അതേ അളവ് ഗ്ലാസ് തന്നെയാണ് നമ്മൾ മൈദയും കൂടെ അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ആണെങ്കിലും കപ്പാണെങ്കിലൊക്കെ അതേ അളവിന് തന്നെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ. ആട്ടപ്പൊടിയിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. മൈദയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ തന്നെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ട് നമുക്കിത് മാവൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അടച്ച് വെച്ചിട്ട് മാവൊന്ന് പൊങ്ങാനായിട്ട് വെക്കുക കേട്ടോ. കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ പൊങ്ങിയതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി കിട്ടും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങാൻ എത്ര സമയം എടുക്കും അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. ഇതുപോലെ കുറച്ച് പൊടിയിട്ടിട്ട് നമുക്ക് ചപ്പാത്തി കോയിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല. നമ്മൾ കുബൂസിനൊക്കെ പരത്തുന്ന അത്രയും കനത്തിലൊന്ന് പരത്തിയെടുത്തിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിന്നിൻ്റെ അടപ്പോ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. കുറച്ച് ഒരുപാട് വലുപ്പത്തിൽ വേണ്ട, ചെറുതായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ടിന്നിൻ്റെ അടപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുറിച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഇത് വീണ്ടും നമ്മൾ കുഴച്ചിട്ട് ഇതുപോലെ തന്നെ പരത്തിയിട്ട് എടുക്കണം കേട്ടോ. ബാലൻസ് വരുന്ന അത്രയും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ജാമാണ്. ഏത് ജാമും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി ജാമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പരത്തി വെച്ചതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്ട്രോബെറി ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ട് ആ ഒരു ടേസ്റ്റിന് മാത്രം ഒന്ന് വെച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. വീണ്ടും നമ്മളിതുപോലെ മടക്കിയിട്ട് ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാക്കി വരുന്ന ഒരു മാവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ തന്നെ പരത്തിയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മുഴുവനൊന്നും ചെയ്യുന്ന കാണിക്കണില്ല, അപ്പോൾ ഒരുപാട് സമയം അങ്ങോട്ട് വേസ്റ്റായി പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ബാക്കി വരുന്ന മാവൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ട് എല്ലാം ഇതുപോലെ പെറ്റൽസിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ടൊന്ന് മടക്കിയെടുക്കുക. ഇനി നമ്മൾ ഏത് ടിന്നിലാണോ വെക്കുന്നത് ആ ടിന്നിൽ നമ്മൾ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അടുപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള മാവുണ്ട്. ഇത് പരത്താനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ബാക്കിയുള്ള മാവ് നമ്മൾ കുറച്ച് ജാം ഉള്ളിലൊന്നാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരു തരി മാവ് പോലും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്കിതുപോലെ ചെയ്തിട്ട് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെച്ചാൽ തന്നെ നല്ലപോലെ പൊങ്ങി കിട്ടും. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടമഞ്ഞക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് അമർത്താണ്ട് വേണം നമ്മളിത് തേച്ച് കൊടുക്കാൻ കേട്ടോ. പൊങ്ങിയത് അങ്ങോട്ട് താന്നു പോകരുത്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നല്ലൊരു പാത്രം അടുപ്പത്ത് ചൂടാക്കിയിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ബേക്കാക്കി എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നല്ല പോലെ തന്നെ ബേക്കായിട്ടുണ്ട്. നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കാം. ഒരു ചൂടോട് കൂടി എടുക്കരുത് കേട്ടോ, ചൂടാറിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ബണ്ണാണ് കേട്ടോ.
കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റും നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.